ഹായ്, ഞാനിപ്പം കൊച്ചിയിലുള്ള ഒബ്റോൺ മാളില് ഹീൽ ടോക്സ് ബ്യൂട്ടി ലോഞ്ച് ആൻഡ് സ്പൈയിൽ വന്നിരിക്കുകയാണ്. ഞാനൊരു കിഡിലൻ സ്പാ ഇപ്പം എടുത്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്റ്റാഫ്, നല്ല ഹോസ്പിറ്റാലിറ്റി. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ. അപ്പോൾ ഇവിടെ വന്ന് നല്ലൊരു സ്പായൊക്കെ എടുത്ത് കൂളായിട്ട് ചില്ലായിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. എടി, നാളെ നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 1 വർഷമാവണല്ലേ? എന്താല്ലേ എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോയേ. പിന്നെ ഒരു കാര്യം, നാളെ ഫ്ലാറ്റിലുണ്ടാവണം. വേറെ പരിപാടിയൊന്നും പിടിച്ചേക്കരുത്. നാളെ ഒരു പരിപാടിയില്ല, തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ നാളെ തൻ്റെ വർക്കൊന്ന് മാറ്റി വയ്ക്കണം. ഓക്കെ? വർക്ക് ശരിയാക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഫ്രണ്ട്സ് തെണ്ടികൾ ഒരാളെയും വിളിക്കരുത്. നമ്മൾ രണ്ടുപേരും മാത്രം മതി. നാളെ ഒരു തെണ്ടീനെ വിളിക്കില്ല. ഓക്കെ? നാളെ നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാവും. നമുക്ക് നമ്മുടെ കല്യാണം ഇങ്ങനെ തന്നെ മതി. ഞാനും നീയും മാത്രം. ഇതുപോലെ സിമ്പിളായിട്ട് നടത്തിയാൽ മതി. അപ്പം നമ്മുടെ റിലേറ്റീവ്സിനൊന്നും വിളിക്കണ്ട. എന്തിനാ അത്? റിലേറ്റീവ്സിനൊക്കെ വിളിക്കാടോ, ഈ നാട്ടുകാർ തെണ്ടികളൊന്നും വിളിക്കണ്ട. ഒരു മിനിറ്റ്. ഹലോ ജോസേ, പറയടാ. മോനെ സേവി, ഞാനിവിടെ കൊച്ചിയിലുണ്ട്. കൊച്ചിയിലുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേടാ. ആണാ? നീ ആ ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ നോക്കൂ. ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ ഇപ്പൊ അയക്കാം. നീ ഇങ്ങോട്ട് വേഗം കയറി വാ. അവിടെ വന്നാലും എങ്ങനെയാ ഈ ജോസിന് വല്ല കൊഞ്ചോ മുയലോ കോഴിയാ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ കൊഞ്ചും മുയലൊന്നും ഇല്ല. നിനക്ക് തരാൻ നല്ല അസല് ചിക്കൻ ഷവായി ഉണ്ടാക്കിണ്ട്. ആണോ? ആ, അന്നാ ഓക്കെ. എന്നാ ഞാൻ ദേവന്നി അടിച്ച് കയറി വാ മുത്തേ. ഓക്കേ. ആരാ? അതെന്റെ ഒരു ഫ്രണ്ടാടി, ജോസ്. കോളേജിലൊപ്പം പഠിച്ചതാ. പിന്നെ അവന്റെ ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ. എത്ര നാളായടാ മുത്ത കണ്ടിട്ട്? ആളൊക്കെ മാറിപ്പോയിട്ടാ. എന്ത് ചെയ്യാനടാ? വായ നമുക്ക് കേക്ക് കഴിക്കാം. വാ കേക്കാ. പണ്ട് നമ്മള് ഡാൻസ് കളിച്ചത് പിന്നെ മറക്കാൻ പറ്റൂ. ഇവനെ ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര നാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണം. ഞാനാണ് ഇവനെ ഡാൻസ് പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റിയത്. കോളേജിലെ ഡിസ്കോ ജോസ് വിളിച്ചിട്ടുണ്ടേ. ഗംഭീര ഡിസ്കോ ഡാൻസറാ. പിന്നല്ല, പിന്നെ ഓടാ അവിടെ. പിന്നെ മേഘന, ഇവനെ കോളേജിലൊരു സീനിയർ ചേച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന്റെ പിന്നാലെ നടന്ന് എന്തോരം തല്ലവും മേടിച്ചുകൊണ്ടിരിക്കണെന്നറിയോ? ഈ തെണ്ടി കാരണം എനിക്കും കിട്ടിയിട്ടുണ്ട് ചേട്ടന്മാരെന്ന് തല്ല്. അല്ല, അതങ്ങനെയല്ല. പക്ഷെ എന്നെ അതീ കൊണ്ട് പെടുത്തിയത് ഇവനാ. ആ പിന്നെ എന്താടാ? ഓ താങ്ക് യു. എന്നാലും നിങ്ങളുടെ ഈ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കപ്പിൾസ്, കൊള്ളാം. ഞങ്ങള് സൂപ്പർ വൈബല്ലടാ. മേഘ സൂപ്പറാണ്. അത് പിന്നെ ഞങ്ങൾ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങാ. ഞങ്ങൾ തമ്മിൽ അറിയാത്തായിട്ട് ഒരു കാര്യമില്ല. അവളുടെ എല്ലാ സീക്രട്സും എനിക്കും അറിയാം,
എൻ്റെ എല്ലാ സീക്രട്സും അവൾക്ക് അറിയാം അല്ലാണ്ട്. ഇത് കുടിക്ക്. എടാ നിനക്ക് നമ്മുടെ കോളേജിൽ പഠിച്ച പ്രിയേനെ ഓർമ്മയുണ്ട? ഏയ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഏയ് നീ എങ്ങനെ മറക്കും? നിന്റെ അടുത്ത സുഹൃത്തായിരുന്നില്ലേ? പിന്നെ അതെ ഇവനും പ്രിയം പണ്ട്, അതായത് ഇവർ തമ്മിൽ എന്ത് ബന്ധമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല, മനസ്സിലായ? ഫ്രണ്ട്സാണോ ഇനി അതിനേക്കാളും വലിയ എന്തോ ബന്ധമാണോ ഈ ബെസ്റ്റീന്നൊക്കെ പറയൂ. പ്രിയ ഇവിടെ ഉണ്ട് കേട്ടാ. അവളിപ്പോ എറണാകുളത്തുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു. ആണോ? അപ്പൊ ബന്ധമുണ്ട്. അപ്പൊ നമ്മളെവിടെ പറഞ്ഞത്? ഇവർ തമ്മിലല്ല ബന്ധം. ഒരു ദിവസം രാത്രി അളിയൻ എന്നെയും കൊണ്ട് പ്രിയയുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് എപ്പാ അളിയ നിന്റെ ജോലിയൊക്കെ അല്ല എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് പാതിരാത്രി ഇവൻ എന്നെയും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിൽ മതിൽ ചാടി മലത്തി കയറിയിട്ട് റൂമിലെത്തിയിട്ട് അളിയൻ വിളിക്കണ കേട്ടാ. എടാ ഒന്ന് കോണ്ടം വാങ്ങിച്ചിട്ടോ തോന്നുന്നു. എന്നോട് കോണ്ടം വാങ്ങിച്ചിട്ട് വരുമെന്ന്. പിന്നെ കോണ്ട പഠിക്കാൻ ഞാൻ ആ സാധനം കണ്ടിട്ടില്ല സത്യം പറഞ്ഞ. മനസ്സിലായ? ഞാനാണെങ്കിൽ എൻ്റെ മച്ചാനാണല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെയോ മെഡിക്കൽ ഷോപ്പ് കണ്ടെത്തി കോണ്ടം വാങ്ങിച്ച് ഇവന് അങ്ങോട്ട് കൊടുത്ത്. ഓ എന്റെ പൊന്നെ സമ്മതിക്കലണ്ടി നീ വെറുതെ അവളോരോന്ന് പറഞ്ഞ് ഇതാക്കല്ലേടാ. പോടെ വന്ന്. നീ എത്ര സമയം എനിക്ക് പോസ്റ്റ് തന്നെ? അന്ന് നല്ല മഴയായിരുന്നു, മനസ്സിലായ? അളിയൻ വന്നണ്ടേ, അളിയൻ ഇറങ്ങണില്ല. പിന്നെ കുറേ സമയം ഞാൻ അവിടുത്തെ തട്ടുകടയിൽ ചായയൊക്കെ കുടിച്ച് അവിടെ അങ്ങോട്ട് ഇരുന്ന് മഴയൊക്കെ കൊണ്ട് ഏറ്റവും ലാസ്റ്റ് അളിയൻ വന്ന്. അല്ലേ പ്രിയ? അളിയനെ അറിയാ. എനിക്കേ ഒരു സ്ഥലം വരെ പോവാണ്ട്. മേഘന ചിക്കൻ ഷവമായി സൂപ്പറാണ് ട്ടാ. താങ്ക് യു. പോട്ടെ എന്നാ. ഞാൻ വരടാ. ഒരു മിനിറ്റേ. എടാ നാറി, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? എന്തൊക്കെയാണ് നീ അവളോട് വിളിച്ചു പോയി പറഞ്ഞേ? അതിനിപ്പോ എന്താടാ, നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. പിന്നെന്താ കാര്യങ്ങളാണോടാ പെമ്പിളരോട് പറയണേ? ഹേയ് ഞാനെന്ത്, നീ അറിഞ്ഞിട്ട് മൂഞ്ചിച്ചാണല്ലോടാ. എന്താടാ ഡാ ഷർട്ട് ചുലുങ്ങും. പിന്നെ ജോസിന്റെ ഡിസ്കോ അറിയാല. നീ എനിക്ക് പണ്ടൊരു പണിയൊന്ന് ഓർക്കണ്ട മോൻ. ഓർക്കണ്ട. പിന്നെ ആക്ച്വലി പണിയണമെന്ന് വെച്ച് വന്നതല്ല ഞാൻ ആക്ച്വലി. പിന്നെ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ കണ്ടപ്പേ ഒരു വിഷമം. നീ അപ്പൊ എനിക്ക് പണിയൊന്നാണല്ലോടാ തെണ്ടി. അതെ. ശരി മോൻ ചെല്ല്. പോട്ടെ എന്നാ ചെല്ലി. നോറി. എടി അതങ്ങനൊന്നുമില്ല. കോളേജ് പഠിക്കുമ്പോൾ ഓരോന്ന് സംഭവിച്ചു പോയതാ. പക്ഷെ നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല. പിന്നെ അവന്റെ പേര് ഡിസ്കോ ജോസ് എന്നല്ല, നോണയൻ ജോസ്. സത്യാണ്, സത്യം. ഒന്ന് വിശ്വസിക്കടി. എന്തൊക്കെ അറിയാന്ന്? ഇനി എന്തൊക്കെ കഥ കേൾക്കണം? മേഘന നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ കയറി വന്നിടത്തും പറയണ കേട്ടിട്ടാണോ നീ എന്നെ വിശ്വസിക്കണേ? നീ പറയണൊക്കെ വിശ്വസിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് മേഘന ഈ മൊയ്ത്തോണ്ടി മോർന്ന്? സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ എന്താ സഞ്ജു അണ്ടി വേണ്ടാനെ പോലെ നിൽക്കുന്നേ? ഒന്നുമില്ലടി. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അല്ല, ആനിവേഴ്സറി ആണ്. അതെന്തല്ലോ ആട്ടെ. നീ വേഗം 2 ഗ്ലാസ് എടുക്കും, നമുക്ക് അടിക്കാം. എൻ്റെ ഒരു കുപ്പിന്നെ എടുത്തിട്ട് വരാം. എടി ഹായ് ചിക്കൻ. സഞ്ജു, നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളം അടിക്കുന്നത്. അടിപൊളി. അപ്പൊ ഇനി എന്താ അങ്ങോട്ട് വെള്ളം അടിക്കാനുള്ള അവസരം സർവേശ്വരൻ ഉണ്ടാകട്ടെ.
ഓക്കെ? അതിനുണ്ടാവും തോന്നുന്നില്ല. അതെന്താ മോളൂസ് അങ്ങനെ ഒരു ടോക്ക്? നീ ഒഴിച്ചേ. ഓക്കെ. Sanju, you are so lucky. Megu, you are so lucky. സഞ്ജു, നിനക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഈ ലോകത്തിൽ മഷി ഇട്ടാൽ പോലും കിട്ടൂല. കിട്ടൂല. ഓക്കെ? അത്രയ്ക്ക് അടിപൊളിയാണ് ഇവള്. അങ്ങനെ പറഞ്ഞു കൊടുക്കടി. എന്റെ തങ്കക്കുടവേ. ഇവള് സഞ്ജുവിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ വേറെ ആരുടെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നന്ദു, അജിത്ത്, രൂപേഷ്, പിന്നെ സൽമാൻ, ഫൈസൽ, റാണി അല്ലേ? ഇവളെ കൊണ്ട് കടക്കൊക്കെ തെറ്റിപ്പോന്നു. എന്തായാലും ആട്ടെ, ഇവന്മാരുടെ ഒക്കെ ഒപ്പം ഇവൾ എങ്ങനായിരുന്ന പോലെ ഞങ്ങൾക്ക് അറിഞ്ഞു. എന്താടി എന്റെ മോള് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവള് പെട്ട പാട്. ബട്ട് സഞ്ജു ആണ് ഇവളിങ്ങനെ മാറ്റിയത്. അതേലോ, ഞാനാണ് ഇവിടെ മാറ്റി. ഇവളിപ്പോഴാണ് ഞങ്ങളുടെ മേഘമായത്. അതെ അതെ, എല്ലാം നശിപ്പിച്ചിട്ടിരുന്ന് കുടിക്കുന്നു. കുടിച്ച ചാവടി പട്ടി. പാട്ടി ഇവളെ ഏതോരത്തിന്റെ ഒപ്പം 3 വാരം ആയപ്പോണ്ടല്ലോ. അവൾക്ക് വിശക്കണില്ല. നീ പറ മോളെ. ഞാൻ കഴിക്കുകയാണല്ലോ. നമ്മളവിടെ പറഞ്ഞിർത്തി. ഇവള് പണ്ട് ഏതോ ഒരുത്തന്റെ ഒപ്പം 3 പോയപ്പോ ആ കഥ പറ. കറക്റ്റ് കറക്റ്റ്. 3 പോയിട്ട് വന്നപ്പോ കറക്റ്റ് സമയത്ത് പീരിയഡ്സ് ആയാലെന്ന് പറഞ്ഞേ എന്തൊക്കെ പുകയില ഇവള് കാട്ടിക്കൂട്ടെന്ന് അറിയോ? അവസാനം എന്റെ സഞ്ജു ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്തപ്പോ ഇവൾക്ക് PCOD. PCOD എന്താണെന്നറിയോ? ഇല്ലേ, ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. ഇവൻ എന്ത് താങ്ങി നോക്കണേ? പൊട്ടൻ. എടാ ഇപ്പൊ നോക്കാനല്ല പറഞ്ഞത്. ഓ എന്തൊരു അനുസരണോ. ഓ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് PCOD. മേഘു, യു ആർ സോ ലക്കി. ഭയങ്കര ലക്കിയാണ്. എന്റെ പൊന്നു സഞ്ജു, PCOD എന്ന് പറയുമ്പോ ഇത്ര സന്തോഷിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ ഇതാദ്യമായിട്ടാണ്. സന്തോഷിക്കും. ചിരിക്കല്ലോ മോളെ നീ. സ്ട്രോങ് വുമൺ, അയൺ ലേഡി, സിംഗ പെണ്ണ്. സഞ്ജു, സോറി സഞ്ജു, യു ആർ സോ ലക്കി ഇൻ ദ വേൾഡ്. അതെ അതെ, എന്റെ ലക്കി കൂടെ പട്ടി നിൽക്കല്ലോ. അതെ അതെ അതെ. മേഘു, യു ആർ സോ ലക്കി ഇൻ ദ വേൾഡ്. എല്ലാം നശിപ്പിച്ചു. നശിപ്പിച്ച് തരാടി. പിടിച്ച എനിക്ക് ആര് ചക്കൻ തരാനോ? പക്ഷെ എനിക്ക് കള്ളു കുടിക്കാണ്ടിരിക്കാൻ പറ്റണില്ല. നിങ്ങൾ എൻജോയ് ചെയ്തു. എന്റെ കുപ്പി തീർന്നല്ല ദൈവമേ. അയ്യോ. ഓ ഇതായിരുന്നല്ലടി നിന്റെ കയ്യിലിരിപ്പ്. അവളുടെ ഒരു 3 അവനെന്തോ പറഞ്ഞപ്പോ എന്ത് പ്രഹസനായിരുന്നു നിന്റെ. അപ്പൊ നീ മതിലാടി പോയതോ? അത് പിന്നെ പഴയ കാര്യങ്ങളല്ലേ. അപ്പൊ എന്റെയോ? നമുക്കെന്നാ കിടക്കാം അല്ലേ? അതെ വാ. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനൊന്നും അടുപ്പിക്കാൻ കൊള്ളൂല അല്ലേ പട്ടികള്. പിന്നെ അവള് പറഞ്ഞ മുഴുവനും സത്യല്ലാട്ടോ. വിശ്വസിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, എന്നെ പറ്റി ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? പിന്നെ ഇങ്ങോട്ട് വന്നേ നീ, ഇങ്ങോട്ട് കിടന്നേ നീ.